നവരാത്രിയുടെ 8ാം നാൾ സർവ്വദുഃഖങ്ങളകറ്റും മഹാഗൗരി ഭാവമാണ് ദേവിക്കുള്ളത്. നവദുർഗാ ഭാവങ്ങളിൽ 8ാമത്തെ ഭാവമാണ് മഹാഗൗരിയുടേത്. തൂവെള്ള നിറത്തിലാണ് മഹാഗൗരിയെ ആരാധിക്കുന്നത്. ശിവപ്രാപ്തിക്കായി വേണ്ടിയാണ് ഈ ദിനം നമ്മൾ ആരാധിക്കേണ്ടത്. ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലം അടിഞ്ഞുകൂടി ഇരുണ്ട നിറമായിരുന്നു. എന്നാൽ പിന്നീട് തപസ് പൂർണ്ണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് പൊടിപടലങ്ങളെല്ലാം വൃത്തിയാക്കി. അപ്പോൾ തന്നെ ദേവിയുടെ ശരീരത്തിന് നിറം വയ്ക്കുകയും പ്രകാശം പരത്തുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അന്നു മുതൽ മഹാഗൗരി എന്നാണ് ദേവി അറിയപ്പെട്ടത്. 4 കൈകളാണ് ദേവിക്കുള്ളത്. മഹാഗൗരിയുടെ വാഹനം കാളയാണ്. ഒരു കൈയിൽ ശൂലവും ധമരുവുമാണ് ദേവിയുടെ ആയുധങ്ങൾ. ഈ ദിനത്തിൽ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും ദേവിയുടെ അനുഗ്രഹം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നും നമുക്ക് കണ്ടു നോക്കാം. മഹാഗൗരിയുടെ രൂപം. മഹാഗൗരിയുടെ രൂപം എന്ന് പറയുന്നത് 8 വയസ്സായ കുട്ടിയുടേതാണ്. 8ാമത്തെ ദിവസമാണ് മഹാഗൗരിയെ ആരാധിക്കുന്നത്. മഹാദുർഗ അഷ്ടമി എന്നാണ് ഈ ദിവസം അറിയപ്പെടുന്നത്. ഈ ദിനത്തിൽ ദേവിയെ ഭജിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. ജപിക്കേണ്ട മന്ത്രം: ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചി മഹാഗൗരി ശുഭം തദ്യാത് മഹാദേവാ പ്രമോദദാ. ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചി മഹാഗൗരി ശുഭം തദ്യാത് മഹാദേവാ പ്രമോദദാ. ശ്വേതേ വൃഷേ സമാരൂഢാ ശ്വേതാംബരധരാ ശുചി മഹാഗൗരി ശുഭം തദ്യാത് മഹാദേവാ പ്രമോദദാ. ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. മഹാജ്ഞാനം ഇവർക്ക് ഭവിക്കുകയും ചെയ്യുന്നു. ദേവിയെ ഭജിക്കുമ്പോൾ പൂർണ്ണ ശുദ്ധിയോടെ വേണം ഭജിക്കുവാൻ. ഇവരിൽ എല്ലാവിധത്തിലുള്ള ദുഃഖവും ദുരിതവും ഇല്ലാതാകുന്നു എന്നാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർവതി ദേവിയുടെയും പരമേശ്വരന്റെയും അനുഗ്രഹം ഈ ദിനത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. മഹാഗൗരി ദേവി സ്തുതി. യാ ദേവി സർവഭൂതേഷു മാ മഹാഗൗരിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാ മഹാഗൗരിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മാ മഹാഗൗരീരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. മഹാഗൗരിയുടെ ജീവിതത്തിന്റെ ഗതി അനുസരിച്ച് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. മഹാഗൗരി തപസ് ചെയ്യുന്നത് കണ്ട ഒരു വിശന്നിരിക്കുന്ന സിംഹം ഉണ്ടായിരുന്നു. സിംഹം തന്റെ പട്ടിണി അവസാനിപ്പിക്കാൻ ദേവിയുടെ തപസ് അവസാനിക്കുന്നതുവരെ കാത്തിരുന്നു. പക്ഷേ വളരെ കാലം കടന്നുപോയി. സിംഹം വിശപ്പും ദുർബലവുമായി തീർന്നു. ദേവി കണ്ണു തുറന്നപ്പോൾ സിംഹം തന്റെ മുമ്പിലിരിക്കുന്നത് കണ്ടു. ദേവിയോടൊപ്പം തപസ് ചെയ്തതിനാൽ അതും വളരെയധികം തളർന്നു പോയിരുന്നു. പിന്നീട് സിംഹത്തെ തന്റെ വാഹനമാക്കി മാറ്റാൻ ദേവി തീരുമാനിച്ചു. അതിനുശേഷം സിംഹവും കാളയും ദേവിയുടെ വാഹനമായി മാറിയെന്നും ഒരു വിശ്വാസമുണ്ട്. മഹാഗൗരി പൂജാവിധി. ദേവിയുടെ വിഗ്രഹത്തിന് ചുവന്ന ദുപ്പട്ടയും ചുവന്ന തിലകവും അർപ്പിക്കുക. പൂജ നടത്തേണ്ട സ്ഥലം വൃത്തിയാക്കി മഹാഗൗരി ദേവിയുടെ വിഗ്രഹമോ ചിത്രമോ വയ്ക്കുക. വെളുത്ത പൂക്കൾ കൊണ്ടുവേണം ദേവിയെ ആരാധിക്കാൻ. ഇത് ദേവിക്ക് വളരെയധികം പ്രീതി നൽകുന്നതും ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കുന്നതിനും സഹായിക്കുന്നു.